വെൽക്കം ടു ഹരീഷ് ട്രാവലോ. അപ്പം ഇന്ന് നമ്മൾ പോണ അമ്പാലത്തെ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് ഒരു പച്ചക്കറി കാണാം. എന്നാ നമുക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. ഞങ്ങളെ ഹനി പറഞ്ഞ മാതിരി ഇവിടെ ഒരു അടുത്ത് വിൻ്റർ വെജിറ്റബിൾസ് ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം അത് കാണാൻ വിചാരിച്ചിട്ട് പോവാണ്. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ പുറകിൽ തന്നെയാണ്, പുറകിലല്ല കുറച്ച് നടക്കണം, പച്ചക്കറി തോട്ടം, ഗ്രീൻ ഹൗസ്. അപ്പോൾ അവരെയും കൂടി വിളിച്ചിട്ടാണ് പോകുന്നത്. നമുക്ക് എന്തായാലും എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോൾ വിൻ്ററിൻ്റെ സീസൺ തീരാറായതുകൊണ്ട് തന്നെ കുറവായിരിക്കും എന്നാണ് പറഞ്ഞു കേട്ടെ. എന്തായാലും പോയി നോക്കാം. ഇവിടെ നോക്കൂ. അത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഇപ്പോൾ ഹനി ആ കൊച്ചിൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. നമുക്ക് പോവാം ഇനി. ഇങ്ങോട്ടാ പോണ്ടേ? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കടുകുപാടത്തിന്റെ ബാക്കിയുള്ളത്. അവിടെയൊക്കെ നല്ലോണം ഉണ്ട്. ഇതിനേക്കാളും കൊറേ ഒരുമിച്ചാവുമ്പോഴാണ് കാണാൻ ഒരു ഭംഗി. നടക്ക് ഈ റോഡ് രസമുണ്ട്. ഇവിടെ സൺഫ്ലവർ വരുമ്പോ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇത് കൊയ്യാറാവുമ്പോഴും നല്ല രസമുണ്ടാവും. നല്ല മഞ്ഞ കളറില്. ഏതാണ്ട് അസ്തമിക്കാനായി 4:30 ആയുള്ളൂ അല്ലേ? വേഗം വേഗം അസ്തമിക്കുന്നുണ്ട്. ചെമ്പരത്തില്ലേ, നല്ല കളറ്. നാട്ടിലൊക്കെ ഉണ്ടാവുന്ന പോലെ. ഇതിപ്പോ ഇവിടെ തണുപ്പുള്ള സ്ഥലമായോണ്ടേ നാട്ടിലത്തെക്കാളും കുറച്ചും കൂടി നല്ല കളറും ഉണ്ടാവും. നമുക്ക് നിറയെ പൂ പിടിച്ചിട്ടുണ്ട്. നല്ല കളറല്ലേ? ക്യാമറയിൽ കാണുന്നതിനേക്കാളും നേരെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല രസം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കണ്ടില്ലേ ഇത്തിരി പോരെ കരിമ്പ്. ഇത് അതിന്റെ ബീൻസ്. ഇത് കണ്ടോ, പച്ച കളർ. ഹനി അത് പറിക്കാതെ ഹനി. ഇനി ഇത് ഉണങ്ങിയിട്ട് ഇതിന്റെ അകത്തുനിന്നാണ് നമ്മള് കടുകെടുക്കുന്നത്. നല്ല ഭംഗിയാട്ടല്ലേ? അതെ, പക്ഷെ ഇത് ഈ കമ്പ് ഉള്ള കാരണേ ഒരു പേടി. തുരുമ്പിച്ചതല്ലേ? സർസോം കാ തേലല്ല, അത് കടുകെണ്ണയാണ്. അത് ഉണങ്ങണം ഹനി. ലേഡി, ഇത് പൂ പിടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതിന് വലിയ ഇലയാണേ. അപ്പൊ അതും വേറെ 2-3 ഇലകളൊക്കെ വെച്ച് ഇവരൊരു കറി ഉണ്ടാക്കും. അതാണ് സാഗ്. നല്ലോണം ചൂട് കിട്ടുന്ന പറഞ്ഞു ശരീരത്തിന്. എനിക്ക് തോന്നുന്നു മൂസമ്പിയാന്നാ തോന്നുന്നു. ആപ്പിൾ ഇങ്ങനെ അല്ല, നമ്മള് മണാലി പോയപ്പോ കണ്ടായിരുന്നേ. ഇത് മൂസമ്പിയാണോ? ആപ്പിളാണോ മൂസമ്പിയാണോ അറിയില്ല. അല്ല, ഇത് മേത്തിയല്ല. ഇതില്ലേ താജു, ഞാൻ അന്നൊരു ദിവസം വേറൊരിടത്ത് കണ്ടിട്ട് ഞങ്ങളുടെ അപ്പുറത്തെ ദീദിയോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് പശുവിന് കൊടുക്കാനുള്ളതാന്നാ. ഹനി ഇവിടെ വരൂ. പശുവിന് കൊടുക്കേണ്ട ചെടിയാണ് ഇത്. ഇത്തിരി വലുതായിട്ടേ നമ്മള് നാട്ടില് പച്ചപ്പുല്ല് കൊടുക്കുന്ന മാതിരി. ഹനി എന്താ അവിടെ പറിക്കുന്നത്? മണം പിടിച്ച് നോക്കിയതോ? എന്ത് ഗോതമ്പൂവാടോ? ാണോ? ഇതും എണ്ണപ്പനയാന്ന് എനിക്ക് തോന്നുന്നടി. ഈന്തപ്പന മറ്റേ നമ്മള് ഡിഫൻസ് കോളനി പോകുന്ന വഴിക്ക. ഇത് ഞാവലാണേ, കണ്ടോ? നമ്മളന്ന് പറിച്ചായിരുന്നോ? അതേതാ ഒരു മെറൂൺ ഒരു അത് തന്നെ. അതാണിത് ഞാവൽ. പോയല്ലേ? പാലൊക്കെ വാങ്ങിച്ചു പോന്ന് കണ്ടുവാ. ഇതല്ലേ നമ്മൾ വന്ന സ്ഥലം, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ചോദിക്കാം. പശുണ്ട്, പശു. അവരെന്നോട് പറഞ്ഞായിരുന്നു ഇവിടുന്നേ പറിച്ച തരാന്ന്. നമുക്ക് പറിക്കുന്ന കാണാൻ പോവാൻ. വരൂ. ദീദി ഓക്കെ. നാരങ്ങ, വലിയ നാരങ്ങ അല്ലേ? ലെമൺ. അതാ വലുത് നോക്ക്.
ഏടി തക്കാളി കണ്ടോ ചവിട്ടരുത് ഹനി ഇവിടെയൊക്കെ അതാ ചെടിയാണ് ചെടി പതുക്കെ അമ്മ ഞാൻ തക്കാളി ഉണ്ട് ആ കണ്ടോ ഇത് മുഴുവൻ തക്കാളിയാണേ രാജു दूध लेके आ गए आप लोग कितना दीदी एक इधर पड़ा है नहीं ये तो खराब है ना ओके ओके हाँ 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 ഇവിടെ മുഴുവൻ തക്കാളിയാണ് ഇത് ഈ താഴെ കാണുന്നത് മുഴുവൻ आप कहाँ से हो दीदी हम मुजफ्फरपुर बिहार से ओके ओके हाँ हाँ बिहार से है ना मूली उधर है ना भैया जान जा रहे उधर है ना दीदी ठीक है मैं उधर भी मूली കണ്ടാ ചെടി ഞാൻ ആംഗിൾ എടുത്തോണ്ട് പോയി ഈ വരമ്പ് മുഴുവൻ റാഡിഷ് ആണേ കണ്ട എന്താ ഇതാണ് റാഡിഷ് മുള്ളങ്കി ആ ഇതാടി ഞാനേ ഹനി ചവിട്ടരുത് എന്നോ അവിടെ നിന്നോ ഹനി അവിടെ നിക്ക് नहीं भैया हम लोगों को ये मूली सब हमारे उधर नहीं है हम केरला से है हाँ ഇതാ അങ്കിള് പറിച്ചിട്ട് അങ്കിളുടെ കയ്യിലിതാ കണ്ടോ ആ ഇത് പിടിച്ചോ മണ്ണിന്റെ മുകളിലേക്ക് വരും ക്യാരറ്റ് പോലെ താഴോട്ട് മണ്ണിന്റെ അടിയിലല്ല നമ്മളിങ്ങനെ ഇളക്കി എടുക്കാം മൂലി ഉണ്ടല്ലേ റാഡിഷ് അങ്ങനെയാണ് ഇത് ഇവര് നോക്ക് ഇവർക്ക് വേണ്ടത് ഇവര് തന്നെ പറിച്ചെടുക്കാണ് അവര് രണ്ടുപേര് പാലക്ക ആന്റി പറിച്ചു തരും ഇവര് തക്കാളിയും പറിച്ചിട്ട് പൂവാണ് വീഴരുത് ഹനി मूली कैसे दे रहे मूली 10 रुपए किलो ओके ओके हाँ 1 किलो दे तो 10 രൂപ എന്നാ പറയണ ഇവര് റാഡിഷ് 1 കിലോ തക്കാളി 20 ഈ കുളത്തുനിന്നാണ് ഇവര് കൃഷിക്ക് വേണ്ട ജലസേചനം ചെയ്യുന്നത് 3 താറാവും ഉണ്ട് ഇതൊക്കെ വെളുത്തുള്ളി താജു ഇത് വെളുത്തുള്ളി അടി വെളുത്തുള്ളി ഇത് വെളുത്തുള്ളി ഇവിടെ പാലക്കുണ്ട് മല്ലിയിലയുണ്ട് അതൊക്കെ ചെറുനാരങ്ങയാണ് പ്യാജ് ഓ ഉള്ളിയാന്ന് ഓക്കെ ഓക്കെ ആ ഇത് ഉള്ളി അത് വെളുത്തുള്ളിയാന്ന് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചോ പറഞ്ഞതേ ഇത് ഉള്ളി കൃഷി ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ ആ ഇത് ഉള്ളി വളർന്നു ആ പുറകിലുള്ളതൊക്കെ വെളുത്തുള്ളി ഇതിനടിയിൽ ഉള്ളി ഉണ്ടാവും ആ കണ്ട ദാദാ ഉള്ളി കണ്ട പിടിച്ചിട്ടുണ്ട താഴെ ആ അതേ പാലക്ക് നിറയെ ഉണ്ട് ആ നല്ല പാലക്കാ തോന്നുന്നു ഇത് ഈ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ അത് വേറെ ടൈപ്പ് മല്ലി ആ ഇതില്ലേ കടയിൽ നിന്ന് കിട്ടുന്ന പോലെയല്ല താജു ചെറിയ ഇലയായോണ്ടേ നല്ലതായിരിക്കും ഒന്നും കളയാനില്ലല്ലോ നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം നോക്ക് അപ്പോൾ 40 രൂപയ്ക്ക് നമുക്ക് ഇത്രയും സാധനങ്ങളായി 1 കിലോ തക്കാളി 1 കിലോ മൂലി ദേ ഇത്രയും പാലക്ക് എന്ത് ഈ മെത്തി എന്നാ ഹനി തൊടരുത് ഇത് ഉലുവയിലാണ് ധനിയ നെയ്യ് വിട്ട മെത്തിയെ
धनिया पत्ता, छोटा छोटा धनिया पत्ता। नहीं टमाटर है, टमाटर टमाटर नहीं है बेटा, छोटा छोटा धनिया पत्ता है। टमाटर तो वहाँ पर है बाका മല്ലിയിലയാണ് ഹനി കണ്ടോ, കുഞ്ഞു മല്ലി. ഹനി ഇത് വഴുതനങ്ങ, ഹനി ബ്രിഞ്ചാളില്ലേ അതാണ് കണ്ടോ, വലുത് വലുത്. നാരങ്ങ എന്നാലും ഇത് എനിക്ക് തോന്നുന്നു ഇത് ഈ നമ്മളെ നാട്ടിലെ വടുകപ്പുളി പറയുന്ന നാരങ്ങയാണാവോ അച്ചാറിടുന്ന, അല്ലാണ്ട് ഇത്രയും വലുതാവും അല്ലേ ഭയ്യ. ഈ നിംബു ആപ്പ് കൈസെ ദേ രേ? ഓക്കെ ഓക്കെ 80 रुपए 80 രൂപ നടി ഇതിന് 1 കിലോ. ये रेडिश ये सब इधर से आ रहे हैं ना हमारा उधर, मूली लहसुन प्याज वगैरह हमारा उधर खेती नहीं करता है, गेहूं भी नहीं है. कौन सी जगह? केरला. हाँ ये सारे माल इधर से आ रहे हैं. हाँ हाँ टमाटर मिला है, हाँ ये इनमें हम दवाई नहीं डालते. ओके ओके ये मतलब कि बगैर दवाई, ये मूली खा के देखना आप, टमाटर खा के देखना, आपको पता लग जाएगा. ओके ओके इनमें दवाई नहीं गिरता है. ये गया है आयुर्वेद मेला लगता है एक अलग, ओके ओके इस मेला में गए. ओके ओके. हाँ 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 ठीक है भैया, थैंक ये यू. फिर, जैसे यहाँ से तो आप लेके गए हो ना, हाँ बाकी टमाटर कोई भी चीज़ है वो लाइन नहीं जाता, ओके. हाँ 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 आप ऑनलाइन बेचते हैं ना, ओके और सारा रिकॉर्ड इसमें होता है. ओके ओके. हाँ 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 ठीक है ठीक है भैया, वो लाइन जाता है. थैंक यू. जैसे ये गाय, हाँ जी ये गाय बच्चे नहीं देते, ओके ये वाले. ओके. इसके ना गोबर हाँ और पेशाब, ओके इन चीज़ों का हम इस्तेमाल करते हैं साग सब्जी. ओके ओके. सिर्फ ये उसके लिए आप, सिर्फ ये दवाइयों के लिए रखी हुई है. इसकी स्प्रे होती है, ओके और खाद जो गोबर है वो खाद बनाते हैं खुद को, वही खेतों में डालते ओके ओके. ये दो गाय, हैं. एक गाय, ओ. वो तो भैंस है, ओ वो भैंस तो है ना, दूध के लिए है. ओ ओके ये बगैर दूध की है. ओके ओके हाँ. ओके. वो भैंस दूध के लिए, वो दूध के लिए, ये सिर्फ दवाइयों के लिए, दवाइयों के ये लिए. जितना जितना इसने पेशाब करा है ना, वो देखो इकट्ठा है, वहाँ से हम उसको भरेंगे ओके और खेतों में डालेंगे. ओके ओके उसका स्पीयर होता है, ओके ओके ओके. हाँ 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 और खाद बनाते हैं हम उसमें. वो उधर जो ड्राम पड़ा है ना, हाँ 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 उसमें अभी भी बना हुआ है. इस खाद में हम जहर वगैरह नहीं पाते इसमें. ओके या भी या कुछ भी लगे जहर नहीं डालते, हम खुद कोई दवाई बनाते हैं. ओके ओके ये बना हुआ है, ये डालते हैं हम खेतों में. ओके ओके. हाँ इसलिए ये पूरा ऑर्गेनिक है ना. हाँ, ओके भैया. यहीं बनाएंगे और यहीं से खेतों में, बाकी और कोई दवाई नहीं, चारे में भी नहीं डालते. കാണിക്കാത്തത് കൊണ്ടാ തന്നെ. ഇത്രയും സാധനം നമുക്ക് 40 രൂപയ്ക്ക് കിട്ടി. और इतनी मूली कुछ पूगलूं किട്ടി. ആ 10 രൂപയുടെ റാഡിഷ്, 20 രൂപയുടെ തക്കാളി, 10 രൂപയുടെ പാലക്ക്. താജു അവർ പറയുന്നേ അവിടെ ഈ ഇതിനൊന്നും ഇവര് ഒരു മരുന്നും അടിക്കാത്ത സാധനങ്ങളാണ് ഈ പച്ചക്കറിയൊന്നും. തക്കാളി ആയാലും ഈ എന്താണ് മുള്ളങ്കി ആയാലും ഒന്നും പൈസ മീൻ ഒരു മരുന്നും അടിക്കാത്താണ്. അവിടെ ആ പശുവും എരുമയും കണ്ടില്ലേ, ആ പശുവിനെ അവര് ചാണകത്തിനും മൂത്രത്തിനും വേണ്ടി മാത്രം വളർത്തുന്നത്. എന്നിട്ട് പാല് അതിന്റെ തൊട്ടപ്പുറത്തുള്ള എരുമയില്ലേ, ആ എരുമ പാലിന് വേണ്ടി മാത്രം. ആ എരുമക്കും ഇവര് ഓർഗാനിക്കായ സാധനങ്ങളെ കൊടുക്കുള്ളൂ. എന്നിട്ട് ആ പശുവിന്റെ ചാണകവും മൂത്രവും എടുത്തിട്ട് അവര് മരുന്നുണ്ടാക്കി അവിടെ ഒരു ബ്ലൂ എന്താണ് സിലിണ്ടർ പോലത്തെ സാധനം വെച്ചിട്ടുണ്ട്. അതിനകത്ത് മിക്സ് ചെയ്ത് ഈ എന്താണ് ജൈവവളം ഉണ്ടാക്കിയിട്ട് അതാണ് മാർക്കറ്റിൽ ഈ പച്ചക്കറിക്കൊക്കെ ഇടുന്നത്. അതുകൊണ്ട് ഇതിനകത്തൊന്നും ഒരു പെസ്റ്റിസൈഡ് പോലും യൂസ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറയുന്നത്, മേഡം നിങ്ങൾ പോയിട്ട് തക്കാളി മൂലിയൊക്കെ കഴിച്ചു നോക്ക്, അപ്പോൾ വ്യത്യാസം മനസ്സിലാവുന്നു. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതും അല്ലാണ്ട് ഇതും കഴിക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഞാൻ വീട്ടിൽ പോകും. കുഞ്ഞത് ഉരുളക്കിഴങ്ങ് കണ്ട ആ ചീക്ക് ഇത് മുഴുവൻ അതാണ്. അത് കണ്ടോ അതെ പൊട്ടാറ്റോ.
അമ്മ ബാ. അപ്പം അങ്ങനെ നമുക്ക് പോവാം പച്ചക്കറി വാങ്ങിച്ച്. ഇനി നമുക്ക് പച്ചക്കറി വാങ്ങിക്ക് ഇവിടെ വരാം. ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ പച്ചക്കറി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്കും ചെയ്ത് അഭിപ്രായം ചെയ്യാൻ പറ്റും. നമ്മൾക്ക് പുതിയ വീഡിയോ ആയി നാളെ കാണാം. ബൈ.